ഹലോ നമസ്കാരം. നമ്മുടെ കമ്മ്യൂണിറ്റി മാനേജർ ആപ്പിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന ഡാഷ്ബോർഡാണത്. ഇതിപ്പോൾ ഐപ്രോമിസ് സൊല്യൂഷൻസ് എന്നുള്ളൊരു കമ്മ്യൂണിറ്റി നമ്മൾ ഡെമോയ്ക്കായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഏതാണോ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ പേരായിരിക്കും ഇവിടെ വരിക, വെൽക്കം ടു എന്നുള്ളത്. അതുപോലെ ഈ ഫ്ലാഷ് ന്യൂസുകൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റിങ്ങൊക്കെ വിളിക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി അഡ്മിൻസിനെ അത് വിളിക്കാൻ പറ്റും. ഓക്കെ, അതുകൂടാതെ ഉള്ള സംഭവങ്ങൾ ഇന്ന് ഇൻറ്റേർണൽ സർവീസ്, ഇതെല്ലാം നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാണ്. നമ്മൾ മലയാളത്തിലായി കഴിഞ്ഞാൽ ഫസ്റ്റിൽ ഇൻറ്റേർണൽ സർവീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ 3 കാണിക്കുന്നു, ഒരെണ്ണം എൻ്റെ സർവീസാണ്, അതുകൊണ്ടാണ് മറ്റ് 2 കാണിച്ചത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇപ്പോൾ എനിക്ക് സർവീസുകൾ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും സ്വയം തൊഴിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ സർവീസുകൾ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യാം. ഇതെനിക്ക് പകൽ സമയത്തൊക്കെ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ വൈകിട്ട് ആണ് 5 to 8 ആണ് എനിക്ക് അവൈലബിൾ സർവീസ് എങ്കിൽ അവിടെ കൊടുക്കാം. ഓക്കെ, അതിന് നമുക്ക് സർവീസ് ആഡ് ചെയ്യാനായിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സേവനങ്ങളിൽ പോയിട്ട് എൻ്റെ സേവനങ്ങളിൽ നമുക്ക് പുതിയ ബിസിനസ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ല പുതിയ സർവീസ് ആഡ് ചെയ്യാൻ പറ്റും. അത് ഇൻറ്റേർണൽ സർവീസുകൾ എന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ള ആളുകൾ തമ്മിൽ സർവീസ് കൈമാറ്റം ചെയ്യുന്നതിനായിട്ടാണ്. ഇപ്പോൾ ഒരു തൈക്കാട് വാർഡാണ് ഒരു കമ്മ്യൂണിറ്റി എങ്കിൽ തൈക്കാട് വാർഡിനകത്ത് മാത്രം അത് ലിസ്റ്റ് ആവുകയുള്ളൂ. അടുത്തത് എക്സ്റ്റേണൽ സർവീസാണ്. എക്സ്റ്റേണൽ സർവീസിനകത്ത് നമ്മൾ ത്രൂ ഞങ്ങളുടെ കമ്പനി വഴി എൻറോൾ ചെയ്യിക്കുന്ന സർവീസുകളാണ്. ഇതിനകത്ത് ഇപ്പോൾ 55ഓളം സർവീസുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ നിന്ന് നമ്മൾ ചെറിയൊരു ഫീസ് വാങ്ങിച്ചിട്ടാണ് ഇവരെ എൻറോൾ ചെയ്യിക്കുക. ഇവർ അതുപോലെ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സർവീസ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഇവരുടെ സർവീസ് ഏരിയ എങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനകത്തുള്ള എല്ലാ കമ്മ്യൂണിറ്റികളിലും അവർക്ക് ഈ സർവീസ് ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇൻറ്റേർണൽ സർവീസിനാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ. ഇതാകുമ്പോൾ പുറത്ത് കംപ്ലീറ്റ് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അതല്ലാതെ ഉള്ളത് കമ്മ്യൂണിറ്റി ബിസിനസ്. ഇതിനകത്ത് നമുക്ക് പല പ്രോഡക്റ്റുകൾ, ഒരുവിധം OLX പോലെയുള്ള സംഭവമാണ്. പക്ഷേ ഇതിനകത്ത് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്, അയാളുടെ ഒരു ഐഡൻറ്റിറ്റി, അയാളുടെ ഫ്ലാറ്റ് നമ്പർ, അത് ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇതിൽ എന്തായിട്ടും നമുക്ക് ഇതുപോലെ പബ്ലിഷ് ചെയ്യാൻ പറ്റും. ബിരിയാണി, അതുപോലെ ഫുഡ് ഐറ്റംസ്, അതുപോലെ യൂസ്ഡ് കാറ്, അതുപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമ്മുടെ സ്വയം തൊഴിൽ, ഇപ്പോൾ കുടുംബശ്രീ ആണെങ്കിൽ കുടുംബശ്രീയുടെ പ്രോഡക്റ്റുകൾ അതുപോലത്തെ ഐറ്റംസ് ഇതിനകത്ത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അത് തിരുവനന്തപുരം കമ്മ്യൂണിറ്റി ആണ് നമ്മൾ സർവീസ് ഏരിയ കൊടുക്കുന്നതെങ്കിൽ എല്ലാ കമ്മ്യൂണിറ്റികൾക്കും ഇത് ലിസ്റ്റാവും. അപ്പം നമുക്ക് സർവീസ് ഏരിയ ഇവിടെ മാത്രം ഉള്ളെങ്കിൽ, ഇപ്പോൾ നമ്മൾ നമ്മുടെ ലൊക്കാലിറ്റി മാത്രം കൊടുക്കുന്നുള്ളെങ്കിൽ നമ്മൾ ലാൻഡ് മാർക്കിൻ്റെ അവിടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടാഗ് കൊടുക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്, അവിടെ നമ്മൾ ഇവിടെ മാത്രം സർവീസ് ഉള്ളെന്ന് പറഞ്ഞാൽ മതിയാവും. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്തുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ്, വീട്ട് നമ്പർ എല്ലാം കിട്ടും. ആരൊക്കെയാണ് മെമ്പേഴ്സ്, അവരുടെ പേര്, ഫോട്ടോ അടക്കം എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. ഓക്കെ, അതുപോലെ കമ്മ്യൂണിറ്റിക്കകത്തുള്ള എന്തെങ്കിലും സൗകര്യങ്ങൾ, ഇപ്പോൾ എന്തെങ്കിലും സ്വിമ്മിംഗ് പൂളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അതായത് പുറത്തുനിന്ന് ഇപ്പോൾ ഒരാൾ താമസം മാറി നമ്മുടെ കമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ഈ ആപ്പിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ A to Z കാര്യങ്ങൾ, ഈ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഓക്കെ.